അങ്ങനെ മാനസ ഡോക്ടറെ കണ്ട് ഹാളിലേക്ക് ഇറങ്ങാം. സുനിലിന്റെ സഹായത്തോടു കൂടി അവൾ ചെയറിലിരിക്കാൻ. അപ്പോൾ സുനിൽ പറയുന്നത്, കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ മാത്രമേ സഹായത്തിനുള്ളൂ നിനക്ക് ബോധ്യമായില്ലേ എന്ന് ചോദിക്കാൻ. മാനസ പറയുന്നത്, അയ്യടാ, സുനിലേട്ടൻ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ആന്റി വരാതിരുന്നത്. അപ്പോൾ സുനിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാലും ആന്റിക്ക് വരാമല്ലോ. ആഹാ, അങ്ങനെയാണോ, എങ്കിൽ ആ ഫോണിൽ തന്നെ ഞാൻ ആന്റിയോട് വിളിച്ച് ചോദിക്കട്ടെ എന്ന് മാനസ പറയാം. അപ്പോൾ സുനിൽ പറയുന്നത്, വേണ്ട, ഞാൻ തമാശ പറഞ്ഞതല്ലേ എന്ന് പറയാൻ. അങ്ങനെ രണ്ടുപേരും ചിരിക്കാൻ കേട്ടോ. തന്നോടൊന്ന് തനിച്ച് സംസാരിക്കാനും സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാനും വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്റെ കൂടെ വന്നത്. അപ്പോൾ മാനസാദ് പിന്നെ എനിക്കറിയില്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും ഭാവനയും സൂര്യയും ഡോക്ടർ റൂമിൽ നിന്നും ഇറങ്ങി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. നിങ്ങൾ എന്താ ഇത്ര താമസിച്ചെന്ന് ചോദിക്കുന്നുണ്ട് മാനസ്. സൂര്യ പറയാണ്, ഭാവനല്ലേ ആള് ഡോക്ടറോട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഭാവനയെ മാനസയുടെ തൊട്ടടുത്ത ചെയറിൽ തന്നെ ഇരുത്തുകയാണ്. ഭാവന പറയുന്നത്, ചുമ്മാതാ മാനസ, ഡോക്ടർ എന്റെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് പറയുകയായിരുന്നു. എന്നിട്ട് മാനസയോട് എനിക്കിപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് മാനസ പറയുന്നു. ശേഷം ഭാവന അവളുടെ കൈകൊണ്ട് മാനസയുടെ വയറിനടുത്ത് കൈവയ്ക്കാൻ കേട്ടോ. ശേഷം മാനസയുടെ വയറിന്മേൽ തല വെച്ച് നോക്കുകയാണ് ഭാവന. ഇത് കണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഭാവന പറയുന്നത്, മോളു ദേ ആരൊക്കെ വന്നേ നോക്കിയേ. അപ്പോൾ മാനസ പറയുന്നത്, ദേ മോളുവിന്റെ അച്ഛനെ അമ്മയും കണ്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ സുനിലിന്റെ മുഖം വല്ലാതങ്ങാവാൻ കേട്ടോ. ശേഷം ഭാവന അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് മാനസയോട് പറയുന്നത്, ഞാനിപ്പോൾ വലിയ സന്തോഷത്തിലാണ് മാനസ. ദൈവം എനിക്ക് 2 മക്കളെയല്ലേ തരാൻ പോകുന്നത്. ഇത് കേട്ടത് മാനസ മുഖവും വല്ലാതാവാൻ. അവൾ സുനിലിനെ ഒന്ന് നോക്കുന്നുണ്ട്. അവനും അതേ ഒരു ടെൻഷൻ തന്നെയായിരുന്നു. ശേഷം ഭാവന മാനസയുടെ വയറിന് ഉമ്മ കൊടുക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് മാനസയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്, നീ എന്താ മാനസയെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ മാനസ പറയുന്നത്, ഞങ്ങളും ഇപ്പോൾ കുഞ്ഞിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞെങ്കിൽ ആ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാമായിരുന്നു എന്ന് സുനിലേട്ടൻ ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ മറ്റൊരു ലോകത്താണ് ഭാവന. ഒരമ്മയാകാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. ഇത് കേട്ടതും ഭാവനയുടെ മുഖത്തുള്ള ചിരിയൊക്കെ അങ്ങ് മാറി അവളെ മുഖം വല്ലാതാവുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവൾ. അപ്പോൾ സുനിൽ പറയുന്നുണ്ട്, മാനസികപ്പോൾ ഏത് നേരത്തും കുഞ്ഞിന്റെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഭാവന. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നല്ല തൊഴിയാണ് കിട്ടുന്നത്. ലക്ഷണം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് മോളല്ല മോനാവാനാണ് സാധ്യത. ഇതെല്ലാം നിറക്കണ്ണുകളുടെ മറ്റൊരു ലോകത്ത് എന്ന രീതിയിൽ ഭാവന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യ ഭാവനയുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഭാവന, നീ നമ്മുടെ കുഞ്ഞിന്റെ വീരകഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണോ? തനിക്ക് എന്തു പറ്റി പെട്ടെന്ന് ഡൗൺ ആയതുപോലെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മാനസ പറയാണ്, അത് വെറുതെ. ഭാവന ഇവിടെയൊന്നും അല്ലായിരുന്നു എന്ന് പറയാൻ. അപ്പോൾ സൂര്യയും പറയുന്നുണ്ട്, കുറെ നേരത്തേക്ക് അവൾ മറ്റൊരു ലോകത്തായിരുന്നു മാനസ. പിന്നീട് ഭാവന ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടർ മറ്റെന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞോ. മാനസ പറയുന്നുണ്ട്, പറഞ്ഞു, ഇലക്കറികളൊക്കെ നല്ലവണ്ണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, പറയേണ്ടത് ഡോക്ടറുടെ കടമ, കഴിക്കേണ്ടത് നമ്മുടെയും. എനിക്കും കുറെ നിർദ്ദേശങ്ങൾ തന്നു. അപ്പോൾ സുനിൽ പറയുന്നുണ്ട്, രാവിലെയും വൈകിട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഭാവന പറയും, എന്നോട് രാവിലെ മാത്രം നടക്കാൻ പറഞ്ഞു. മാനസ പറയുന്നത്, എന്നോട് രാവിലെയും വൈകിട്ട് നടക്കാൻ പറഞ്ഞു. അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, രണ്ടും നടന്നത് തന്നെ. സുനിൽ പറയാണ്, മാനസയെ നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പോൾ മാനസ പറയാണ്, കണ്ടോ ഭാവനെ അധികാരം കാണിക്കുന്നത് കണ്ടോ. ഭാവന പറയുന്നത്, അതിനെന്താ, നിന്നെ നിയന്ത്രിക്കാൻ ഒരാൾ അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ മാനസയും സുനിലും തമ്മിൽ വഴക്കാണ് കേട്ടോ. അപ്പോൾ സൂര്യ കണ്ടുകൊണ്ട് പറയുന്നത്, നീ ഇവരെ തമ്മിൽ അടുപ്പിക്കുമോ ഭാവന. ഭാവന പറയുന്നത്, അങ്ങനെയൊന്നും ഇനി ഒരിക്കലും ഉണ്ടാകില്ല സൂര്യ. ഒരു പ്രാവശ്യം പിണങ്ങി പിന്നെ ഇണങ്ങിയാൽ പിന്നെ അവരെ തമ്മിൽ അടികൂടാൻ ഒരു ചാൻസുമില്ല. കാരണം ആ പിണങ്ങിയ സമയത്ത് ഉണ്ടായ നഷ്ടബോധം മുഴുവൻ അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. അതുകൊണ്ട് എന്നും അവർ നല്ല രീതിയിലേ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ സുനിൽ പറയുന്നുണ്ട്, ഭാവന പറഞ്ഞത് ശരിയാണ്, എനിക്ക് ആ കുറ്റബോധം എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. ഇപ്പോൾ തന്നെ മാനസ് എന്നോട് ഇങ്ങോട്ട് അടുപ്പം കാണിക്കുന്ന സംസാരിക്കുന്നത് തന്നെ എനിക്ക് വലുതാണ്. ഇനി ഒരിക്കലും മാനസയെ വിട്ട് ഞാൻ പോകില്ല. ഇതുപോലുള്ള ഒരു മാനസയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ പറയുന്ന ടൈം ഒരുപാടായി, എങ്കിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഭാവനയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാണ് സൂര്യ. അയ്യോ, എന്നെക്കൊണ്ട് ഇനി കാറ് വരെ നടക്കാനെന്ന് വയ്യ സൂര്യ എന്നൊക്കെ പറയുന്നുണ്ട് ഭാവന. എങ്കിലും നടക്കണ്ട, നിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ് ഭാവനെ കയ്യിലെടുക്കേണ്ട സൂര്യ. എന്നിട്ട് അവൻ നടന്ന് നീങ്ങിയാണ്. ഇത് കണ്ടുകൊണ്ട് സുനിലും മാനസയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ മാനസ പറയുന്നുണ്ട്, കണ്ടോ സുനിലെ, ഇതുപോലെ എന്നെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിനെന്താ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മാനസയും പൊക്കിയെടുക്കാൻ കേട്ടോ സുനില്. അങ്ങനെ അവൻ മാനസയും കൊണ്ട് കാറിലേക്ക് പോവാണ്. ശേഷം കാണിക്കുന്നത് ഭാവനയും സൂര്യയും അവരുടെ വീട്ടിൽ വന്ന് ഇറങ്ങിയാണ്. ഗായത്രിയും മായയും ഭാനും എല്ലാവരും ഭാവന വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അവരെ കണ്ടതും ഓടി മുറ്റത്തേക്ക് ഇറങ്ങാണ്. ഡോർ തുറന്ന് വണ്ടിയിൽ ഇറങ്ങുന്ന ഭാവനയെ സഹായിക്കാൻ വേണ്ടി ഗായത്രി ഓടിയെത്തുക. എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല ആൻറ്റി എന്ന് പറയാൻ സൂര്യ. ദിവസവും നടക്കണമെന്ന് പറഞ്ഞത് ഭാവനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ആൻറ്റി. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഈ മഴക്കാലത്ത് എങ്ങനെയമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് നടക്കുന്നത്. ഇത് കേട്ടതും മായ പറയുന്നത്, നീ തന്നെ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാ ഭാവന. അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, ഞാൻ നഴ്സായപ്പോൾ പലരോടും ഇങ്ങനെ പറഞ്ഞതല്ലേ എന്നല്ലേ മായച്ച് ചോദിച്ചു വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മായ തല കുലുക്കുന്നുണ്ട്. അതെ, ഇത് കേൾക്കുന്ന അരുന്ധതിയും പറയുന്നുണ്ട്, മായച്ച് മാത്രമല്ല ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. ഭാവന പറയാണ്, ഞാൻ അറിഞ്ഞോ ഇത്രയും കഷ്ടപ്പാട് ഗർഭിണികൾക്ക് ഉണ്ടാകുമെന്ന്.
അപ്പോൾ സൂര്യ പറയുന്നുണ്ട് കുഞ്ഞിന് ഇനി 1 മാസത്തെ വളർച്ച കൂടിയുണ്ട്, അതുകൊണ്ട് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാനും നല്ലതുപോലെ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ നല്ലതുപോലെ നടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. മായ പറയുന്നുണ്ട് രാവിലെയുടെ നടത്തം നല്ലതാണ് ഭാവന, നന്ദുമോൾ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഒരുപാട് തവണ രാവിലെ നടന്നതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനി നമ്മൾ ആര് പറഞ്ഞിട്ടും ഇവൾ കേൾക്കുന്നില്ല എങ്കിൽ നമുക്ക് സേതുവിനെ തന്നെ വിളിക്കാം എന്ന് ഗായത്രി പറയുന്നുണ്ട്. അയ്യോ വേണ്ടായേ എന്ന് ഭാവനയും പറയാണ്. അങ്ങനെ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഭാവനയും കൊണ്ട് അകത്തേക്ക് പോവാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് റൂമിലെത്തിയ ഭാവന കാലൊക്കെ ബെഡിൽ നീട്ടി വെച്ച് ചാരിയിരിക്കുകയാണ്. എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ. ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടാവും കാലിനൊക്കെ വല്ലാത്തൊരു തരിപ്പും വേദനയൊക്കെ എന്ന് പറയാൻ. ഇതേക്കും സൂര്യ പറയുന്നുണ്ട് നിന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ഒരുമാതിരി പ്രായം ചെന്ന ആളുകളുടെ സംസാരം പോലെയാണ്, ഇത് നീ തന്നെയാണോ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ നീ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ആ പഴയ കാലങ്ങളൊക്കെ ആലോചിക്കുകയാണ്, നമ്മുടെ വിവാഹത്തിന് ശേഷമുള്ളത് എന്ന് ഭാവന പറയാൻ. ആണോ എന്താ ഇത്ര ആലോചിക്കാൻ എന്ന് സൂര്യ പറയാണ്. എന്താ സൂര്യക്ക് അങ്ങനെയുള്ള ആലോചനകളൊന്നും വരാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് വരാറുണ്ട് എന്നൊക്കെ പറയാണ്. എന്തെങ്കിലും സൂര്യ പറ, എന്തൊക്കെ സൂര്യയുടെ മനസ്സിലൂടെ വരുന്നത് എന്ന് ചോദിക്കുകയാണ് ഭാവന. അങ്ങനെ സൂര്യ അവരുടെ വിവാഹം കഴിഞ്ഞതും ഹണിമൂണ് പോയതും അങ്ങനെയുള്ള ഓരോ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ പറയാം കേട്ടോ. എല്ലാം കേട്ട് ഭാവന പൊട്ടിച്ചിരിക്കുകയാണ്. അവസാനം ഭാവന പറയുന്നുണ്ട് ദേ സൂര്യ രാവിലെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അതിനുശേഷം ഞാൻ എങ്ങനെയെങ്കിലും നടന്നോളാം എന്ന് പറയാൻ. സൂര്യ പറയുന്നുണ്ട് ഞാനായിട്ട് നിന്നെ ബുദ്ധിമുട്ടിക്കില്ല, പക്ഷേ ആൻറ്റി ഈ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക അത് പറയാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. ഷോടാ ഒരു നേഴ്സ് ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് പറയാൻ കേട്ടോ സൂര്യ. അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് നടക്കുന്ന മാനസിക എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും, അത് അവൾ നമ്മളോട് പറയാതിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ഇടയ്ക്ക് നമുക്ക് അവൾക്ക് വിളിക്കണം, അവൾക്ക് ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ വരരുതല്ലോ എന്ന് സൂര്യ പറയാണ്. ഒരിക്കലും അമ്മയാകില്ല എന്ന് വിചാരിച്ചെടുത്ത് നിന്നല്ലേ എനിക്ക് ഇങ്ങനെ ഭാഗ്യം കിട്ടിയത്, അതുകൊണ്ട് അന്ന് കുറ്റം പറഞ്ഞല്ല ഇന്ന് തിരുത്തി പറഞ്ഞു എന്നൊക്കെ അവർ പറയാൻ കേട്ടോ. പിന്നീട് സൂര്യ ഭാവനയുടെ കാല് അവൻ്റെ മടിയിലേക്ക് വെക്കുകയാണ്, എന്നിട്ട് നന്നായിട്ട് തിരുമ്മി മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. ഭാവനയാകട്ടെ നല്ല ഉറക്കാണ് കേട്ടോ. അങ്ങനെ ഗായത്രി റൂമിൽ ചെല്ലുന്നുണ്ട്. ഒപ്പം സൂര്യയും സേതുവും മായയും ഭരത്തും അരുന്ധതിയും ഭാവനും എല്ലാവരും ചുറ്റും നിൽക്കുകയാണ് കേട്ടോ ഭാവനയുടെ. അയ്യോ ഭാവന നല്ല ഉറക്കമാണെന്നല്ലോ എന്ന് പറയുന്നുണ്ട് ഗായത്രി. അപ്പോൾ സൂര്യ പറഞ്ഞു ഇല്ല ആൻറ്റി ഇപ്പോൾ എന്നോട് സംസാരിച്ചതേ ഉള്ളൂ, ഇത് അവരും അഭിനയമാണ് എന്നൊക്കെ പറയാം. ഇത് കേട്ട് ചുറ്റും നിന്ന് എല്ലാവരും ഭാവനയെ നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എങ്കിൽ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഗായത്രി മോളെ ഭാവന എന്ന് വിളിക്കാൻ. എന്താ അമ്മേ എന്ന് പറഞ്ഞ് അവൾ കണ്ണ് തിരുമ്മി നോക്കിയതും ചുറ്റും എല്ലാവരും നിൽക്കുന്നത് കണ്ട് ആകെ ഷോക്കാവാൻ കേട്ടോ. ഇനി ഉറങ്ങിയതൊക്കെ മതി, വാ എഴുന്നേൽക്ക്, നടക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്താ അമ്മേ ഇത്, ഞാൻ അല്പനേരം ഉറങ്ങട്ടെ എന്ന് പറയാൻ ഭാവന. അത് പറ്റില്ല, എഴുന്നേൽക്ക്. അങ്ങനെ ഭാനു അത് ശരിയാണ് ചേച്ചി, വേഗം എണീറ്റ് നടന്നേ, ഇങ്ങനെ കിടന്നാൽ പറ്റില്ല കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഭാവനയെ ബെഡിൽ നിന്ന് പൊക്കിയെടുക്കുക കേട്ടോ. ശേഷം തള്ളിക്കൊണ്ട് പോയി മുറ്റത്ത് നിർത്തുകയാണ്. ദാ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് നടന്നേ എന്ന് പറയാൻ കേട്ടോ. എന്താ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭാവന ഒരുപാട് കെഞ്ചുക പറയുന്നുണ്ട്. ആരും അതിന് കൂട്ടാക്കുന്നില്ല, നന്നായിട്ട് അവളെ ശകാരിക്കുകയാണ്. എന്നിട്ട് നടക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് നടത്തിപ്പിക്കാൻ. ശേഷമാകും മുറ്റത്തേക്ക് അവൾ ശ്രദ്ധിക്കാൻ. നന്നായിട്ട് ഇലകളൊക്കെ വാരി വിതറിയിട്ടിരിക്കുകയാണ് മുറ്റത്തെ. അവൾ മുകളിലേക്ക് നോക്കുന്നുണ്ട്, പക്ഷെ മരമൊന്നും കാണാനില്ല. എന്നാൽ മുറ്റത്താകട്ടെ നിറയെ ഇലകളും. സൂര്യ പറയുന്നുണ്ട് ഇനി ആ തല മുതൽ ഈ തല വരെ നന്നായിട്ടൊന്ന് അടിച്ച് വാരിക്കേ എന്ന് പറയാൻ. അയ്യോ ഞാനോ എന്ന് പറയാണ്. എന്താ മടിച്ചു നിൽക്കണ്ട, ഇത് മുഴുവൻ നീ ചെയ്യണം, മടിയൊക്കെ മാറ്റി വെക്ക് എന്ന് പറയാണ് ഗായത്രി. അങ്ങനെ സൂര്യ ആ ചൂരി എടുത്തിട്ട് ഭാവനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അടിച്ചു തീർത്താൻ പറയാൻ കേട്ടോ. അങ്ങനെ മടിച്ചുകൊണ്ട് ഭാവന അത് അടിച്ചു വരാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഗായത്രി പറയുന്നുണ്ട് മോനെ സൂര്യയെ ഈ ചൂലിന് അല്പം നീളം കൂടിപ്പോയോ എന്നൊരു സംശയം, എങ്കിൽ നമുക്ക് ചെറുതെടുക്കാം ആൻറ്റി എന്ന് പറയാണ്. എന്തായാലും തൽക്കാലത്തേക്ക് ഇന്ന് ഇത് തന്നെ മതി എന്ന് പറയാൻ. അങ്ങനെ ഭാവന എല്ലാവരും നിർബന്ധത്തിന് വാങ്ങി മുറ്റം അടിച്ചു വാരാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് സേതു പറയുന്നുണ്ട് ഭാവനെ അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി പൊട്ടിച്ചിരികളും തമാശകളുമായിട്ട് ഭാവനയെ മുറ്റം തൂത്തുവാരാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ട് ഭാവന ചിരിച്ചുകൊണ്ട് തന്നെ മുറ്റം തൂത്തുവാരുകയാണ്. ഇത് കണ്ട് എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ സേതുവും ഭരത്തും സൂര്യയൊക്കെ ചേർന്ന് വീണ്ടും ഇലകളൊക്കെ ആ തൂത്തുവാരി സ്ഥലത്തെല്ലാം വിതറുന്നുണ്ട്. അത് കണ്ടതും ഭാവന ചൂലുമായിട്ട് അവരുടെ പിന്നാലെ കൂടുന്നുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണിക്കുന്നത്. ശേഷം അടുത്ത ദിവസം കാണിക്കുന്നുണ്ട് ഗായത്രിയായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് നിർബന്ധിച്ച് ഭാവനെ കൊണ്ട് കഴിപ്പിക്കാൻ കേട്ടോ. അതേസമയം ഭാനുവും അരുന്ധതിയും ഭാവനയുടെ കൈയും കാലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടിയെല്ലാം പുകച്ച് നല്ല രീതിയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വീട്ടുകാരുടെ നല്ലൊരു ഗർഭകാല പരിപാലനമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ശകാരവും തമാശകളും എല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ ഭാവന കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ മായ സേതുവിനും ഭരത്തിനും കാപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മായ പറയുന്നുണ്ട് പാവം ഭാവന അല്പം മടിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ആര് നിർബന്ധിക്കാതെ തന്നെ അവൾ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയാൻ. സേതു പറയാണ് അത് എന്തുകൊണ്ടും നല്ലതല്ലേ മായ, അവൾ തന്നെ അത് ശീലിക്കണ്ടേ എന്ന് പറയാൻ. അപ്പോൾ ഗായത്രി അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഫോൺ ചെയ്തത് ജയ ആയിരുന്നു.
ആ മാനസയ്ക്ക് നാളെയാണ് ഡേറ്റ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. സൂര്യ വിളിച്ച് കിട്ടാത്തത് കൊണ്ടാണ് എന്നെ വിളിച്ചറിയിച്ചത് എന്ന് പറയാൻ കേട്ടോ. മായ പറയുന്നത് ഒരു ഗണത്തിൽ പറഞ്ഞാൽ അവളുടെ കാര്യം കഷ്ടം തന്നെയാണ്. സൂര്യക്കും ഭാവനയ്ക്കും വേണ്ടി എത്രമാത്രം യാതനകളാണ് അനുഭവിക്കുന്നത്. സേതു പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് അവളെ ദേഷ്യമായിരുന്നു, പക്ഷെ അവൾ നല്ലവളാണ് അമ്മേ. ഇതൊക്കെ കേട്ട് ഗായത്രി ചിരിക്കുന്നുണ്ട്. എൻ്റെ സംശയം അതൊന്നുമല്ല. മാനസ ഈ പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിനെ സൂര്യക്കും ഭാവനയ്ക്കും കൊടുക്കാതിരിക്കുമോ? അപ്പോൾ സേതു പറയുന്നുണ്ട് കുഞ്ഞിനെ അവർക്ക് കൊടുക്കാതെ പിന്നെ അവളെന്ത് ചെയ്യാനാണ് അമ്മേ? ഗായത്രി പറയുന്നുണ്ട് 10 മാസം വയറ്റിൽ കൊണ്ടു നടന്ന കുഞ്ഞിനെ വെട്ടെന്ന് വിട്ടുകൊടുക്കാൻ ഒരമ്മക്കും കഴിയില്ല. അതാണ് പൊക്കിൾക്കൊടി ബന്ധം. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എനിക്ക് ഒരു ആശങ്കയുണ്ട് എന്നൊക്കെ പറയാനുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാകാതെ വേണം കുഞ്ഞിനെ മാനസയുടെ കയ്യിൽ നിന്നും വാങ്ങാൻ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഭാവനയുടെ നിലവിളി കേൾക്കുന്നത്. അത് കേട്ട് എല്ലാവരും അവിടേക്ക് ഓടിയെത്തുകയാണ്. മോളെ ഭാവന എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഗായത്രി വരുന്നുണ്ട്. അമ്മ എനിക്ക് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ കരയാൻ കേട്ടോ. അങ്ങനെ മായതെ പിടിച്ചേ എന്ന് പറഞ്ഞ് ഗായത്രി മായും കൂടി ഭാവനയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോഴേക്ക് സേതുവും സൂര്യയും ഭരത്തും എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. എന്താ അമ്മ എന്ത് പറ്റി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആകെ വേദനിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. ഗായത്രി സൂര്യയോട് പറഞ്ഞു മോനെ വണ്ടി എടുക്കാൻ നമുക്ക് ഭാവനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഭാവനയുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. നേരെ തന്നെ ഡോക്ടർ ലാബ് റൂമിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ശേഷം ഒരു സ്കാനിങ് വേണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാവന സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. വിവരമറിഞ്ഞ് ദേവരും ജയയും അവിടെ ഓടിയെത്തുന്നുണ്ട്. എന്താ ഗായത്രി എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. എന്താണെന്നറിയില്ല, അവൾക്ക് ബെഡിൽ നിന്നും എണീക്കാൻ കഴിയാതെ ഭയങ്കര വേദന എന്ന് പറഞ്ഞ് കരയാണ്. ഡോക്ടർ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, ആകെ ടെൻഷനാവുകയാണ് എന്ന് പറയാം. വിവരമറിഞ്ഞ് ജാനകിയും അവിടേക്ക് ഓടിയെത്തുന്നുണ്ട്. എന്താ ഭാവന മോൾക്ക് പറ്റിയത്, എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗായത്രി കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. അപ്പോഴാണ് വിവരമറിഞ്ഞ് അജയനും പ്രസീതയും അവിടെ കൂടി വരുന്നത്. ജാനകി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മാനസിക്ക്, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുക. ഇല്ല, ഡേറ്റ് പറഞ്ഞ് അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഏത് സമയവും ഡെലിവറി നടക്കാം എന്നൊക്കെ പറയാണ്ട്. അപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വരുന്നത്. സ്കാനിങ് കഴിഞ്ഞു, ഭാവനയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല, പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാനായിട്ടില്ല, റിസൾട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യണം എന്ന് പറയാൻ. ഇത് കേട്ടതും ഗായത്രിയും ജയയും ആകെ ഷോക്കായി കരയാൻ തുടങ്ങി. ജാനകി പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ജയേ, നീ ടെൻഷൻ എടുക്കുന്നത് പോലെ ഒന്നും ഉണ്ടാകില്ല, 2 കുഞ്ഞുങ്ങളെ ആയിരിക്കും നിന്റെ ഈ കൈകളിലേക്ക് ദൈവം ഏൽപ്പിക്കാൻ പോകുന്നത്, സമാധാനമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ.